പക്ഷെ വേറൊന്ന് ഞാൻ കാണുന്നത്, ഇറാൻ ഇത് ഈ ആയുധങ്ങളൊക്കെ ഒരുക്കുന്നത് ഇസ്രായേലിനെ നേരിടാനല്ല. ഇറാന് ഇസ്രായേലിനോടുള്ളതിനേക്കാൾ അധികം വിരോധം അതൊരു ഷിയ രാഷ്ട്രമാണ്. ഷിയ സുന്നി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഉടനീളം വലിയ സംഘടനകളും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്, ഞാൻ ഒരിക്കൽ ഇറാനിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ മാത്രം ഈ സുന്നികളെ ഇറാൻ ഷിയാക്കൾ തോൽപ്പിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അയാളുടെ പേര് ഇപ്പം എന്നോട് ശരിക്കും ഓർമ്മ, ഒരു ഇസ്മായിൽ സഫൈ എന്നിട്ട പേര്. അയാളുടെ പ്രതിമയും അയാളുടെ എല്ലാം വലിയ ജോറായിട്ട്, അപ്പം എൻ്റെ കൂടെയുള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. ഞാൻ ചോദിച്ചെന്താ ഇയാളുടെ ചിത്രം നിങ്ങൾ ഇത്ര വലിയതാക്കി വെച്ചിരിക്കുന്നത്? അത് പിന്നെ ഒരു സുന്നി മുസ്ലിം അല്ലേ അയാൾ, അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അവരാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവരുടെ പ്രഥമ ടാർഗറ്റ് ആയിരുന്നില്ല. എന്തോ ചരിത്രപരമായ ഏതോ കരുനീക്കങ്ങളിൽ പെട്ടിപ്പോൾ സംഭവിച്ചു എന്നല്ലാതെ പ്രഥമ ലക്ഷ്യം അവർ സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളാണ്. അതായത് മുസ്ലിങ്ങൾ ഈ സൗദി അറേബ്യയെ, അതായത് സുന്നികളുടെ നേതൃത്വം, സുന്നി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സുന്നി അല്ല കേട്ടോ, ഷിയ വിരുദ്ധ സുന്നി, അവരുടെ ആ മേധാവിത്വം നശിപ്പിച്ചിട്ട് അതുകൂടി സൗദി അറേബ്യ അടക്കം പിടിച്ചെടുത്ത് അതിൻ്റെ ഈ ഹോളി സിറ്റീസ്, അത് ഹറമൈൻ ഷെരീഫൈൻ, കഅബ, മക്ക, മദീന മുതലായ രാജ്യങ്ങൾ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരണം എന്നതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യം നിർത്തിക്കൊണ്ടാണ് അവർ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ മുസ്ലിം രാഷ്ട്രം അവർക്ക് അനുകൂലമായി പ്രതികരിക്കാത്തതും. ശരി.